വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു. വിവിധ കക്ഷി നേതാക്കൾ അതേക്കുറിച്ച് അവരുടെ നിലപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബില്ല് രാജ്യത്തിന് ആവശ്യമാണെന്നും ഇത് മുസ്ലിങ്ങൾക്ക് തന്നെ വേണ്ടിയാണെന്നൊക്കെയാണ് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറയുന്നത്. എന്നാൽ ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പ്രതിപക്ഷവും വാദിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യ മുന്നണിയിൽ വലിയ ഐക്യമൊന്നും ദൃശ്യമായിരുന്നില്ല. പക്ഷേ ഈ വഖഫ് ബില്ലിനെ എതിർക്കണമെന്നുള്ള കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. JDUവും അതോടൊപ്പം തന്നെ TDPയും അവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ വഖഫ് ബില്ല് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. പക്ഷേ അവർ രണ്ടുപേരും പിന്തുണയ്ക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ, ചർച്ചകൾ എല്ലാം എത്തിയിരിക്കുന്നത്. വഖഫ് ബില്ല് പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. എന്നാലും ചില പ്രതീക്ഷകൾ പ്രതിപക്ഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി KCBC കേരളത്തിലെ MP-മാരോട്, കോൺഗ്രസ് MP-മാരോട് പ്രത്യേകിച്ചും വഖഫ് ബില്ലിനെ എതിർക്കരുത് എന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ വഖഫ് ബില്ല് വരുന്നതോടുകൂടി മുനമ്പം വിഷയമൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു പ്രതീതിയൊക്കെ ഒരു ഭാഗത്തുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ വഖഫ് ബില്ല് ലോക്സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട് എന്താണ് ശരിക്കും ചിന്തിക്കുന്നത്? വഖഫ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വഖഫ് ബില്ല് മാത്രമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2014 മുതൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ നടക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പല രീതിയിലുള്ള മുസ്ലിങ്ങൾ മുഖ്യധാരയിൽ നിന്ന് അകറ്റുവാൻ, അല്ലെങ്കിൽ മുസ്ലിം ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിയമവഴിയിലൂടെയും നിയമേതര വഴിയിലൂടെയും നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിൽ മാത്രമാണ് നമുക്ക് വഖഫ് ബില്ലിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന ലിഞ്ചിങ് എന്ന് പറയുന്ന അടിച്ചു കൊല്ലൽ മുതൽ ഈ ആഘോഷങ്ങൾ, ഹിന്ദു ആഘോഷങ്ങളുടെ സമയത്ത് മുസ്ലിങ്ങൾ ടാർപോളി മൂടി നടക്കേണ്ടുന്ന അവസ്ഥ വരെ എത്തിയ ആ സ്ട്രീറ്റ് വയലൻസ് ഒരു ഭാഗത്ത് നടക്കുക, ബുൾഡോസർ രാജ് അത് നടക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ലെജിസ്ലേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, മുത്തലാഖ് നിരോധന നിയമം മുതൽ അങ്ങനെ തുടർച്ചയായിട്ട് ആ നിലയിലുള്ള ഇതും നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രക്രിയയിലെ ഇപ്പോഴത്തെ ഒരു സംഗതി എന്നുള്ള നിലക്കാണ് വഖഫ് ബില്ലിനെ കാണേണ്ടത്. അപ്പോൾ അത് നോക്കൂ, വഖഫ് ബാബരി മസ്ജിദ് ഒരു വഖഫ് പ്രോപ്പർട്ടി ആയിരുന്നു, അത് തകർത്ത് കളഞ്ഞു. സമ്പൽ ഒരു വഖഫ് പ്രോപ്പർട്ടിയാണ്, അത് തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ പല രീതിയിൽ നടക്കുന്നു. അതേപോലെയുള്ള ഒരു ലെജിസ്ലേറ്റീവ് കർസേവ എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് ഈ വഖഫ് ബിൽ എന്ന് പറയുന്നത്. ഈ ബില്ലിനെ കുറിച്ച് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ഇത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന, കൂടുതൽ വികസനം കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്, വഖഫ് മാനേജ്മെൻറ്റിനെ കൂടുതൽ ഉഷാറാക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും അടിസ്ഥാനപരമായ ചോദ്യം, വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും മെയിൻ പാർട്ടി ആരാണ്? മുസ്ലിം സമൂഹമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് ഇതുവരെ നിലവിലുള്ള വഖഫ് ആക്ട് മുസ്ലിങ്ങളുടെ വികസനത്തിന്, പുരോഗതിക്ക് തടസ്സമാണെന്നും അതുകൊണ്ടത് മാറ്റണമെന്നുമുള്ള ഒരാവശ്യം, അങ്ങനെ ഒരു പ്രയർ, ഒരു ഡിമാൻഡ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ നിയമത്തെ മാറ്റുകയും ഈ നിയമം മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനാണ് എന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉന്നമനത്തിന് ഇതൊന്ന് മാറ്റിത്തരൂ എന്നൊരു പ്രയർ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ഡിമാൻഡ് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ നഗീന MP ഉണ്ടല്ലോ, ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞ പോലെ മുസ്ലിംകളുടെ സാമ്പത്തിക അടിത്തറ, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്കുള്ള അവരുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കുക, വഖഫ് പ്രോപ്പർട്ടിയെ അതല്ലാതാക്കി മാറ്റുക, വഖഫ് സ്വത്തുക്കളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഒരു കമ്മ്യൂണിറ്റിയെ തകർക്കുവാൻ അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണെന്ന് കാണുന്നു. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് പലതും ആയിരക്കണക്കിന് വർഷങ്ങളുടെ, നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ളതാണ്. പല നിലയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വളർത്തി വികസിപ്പിച്ചെടുത്ത അവരുടെ അസറ്റാണ്. അപ്പോൾ ആ അസറ്റ് കയ്യേറി അവരെ തളർത്തുവാനുള്ള, അവരെ നശിപ്പിക്കുവാനുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള നിശ്ചയമായിട്ടും ലെജിസ്ലേറ്റീവ് കർസേവ എന്ന് സംശയരഹിതമായി പറയാവുന്ന ഒരു സംഗതിയാണത്. ഇനി അത് പാസ്സാകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ലോക്സഭയിലെ അംഗസംഖ്യ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വോട്ടിനിടുകയാണെങ്കിൽ അത് പാസ്സാകും.
നിയമമാണെങ്കിൽ രാജ്യസഭയിലും പാസ്സാകണം. രാജ്യസഭയിൽ നാളെ അവതരിപ്പിച്ചേക്കുമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ഇരിക്കുന്നത് വരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ നാളെ തന്നെ രാജ്യസഭയിലും അവതരിപ്പിച്ച് രാജ്യസഭയിലും പാസ്സാക്കുക, പിന്നെ പ്രസിഡൻഷ്യൽ അസൻറ്റോടുകൂടി നിയമമാകുകയാണ്. വേറെയും ചില സാധ്യതകളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കാൻ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ഒരുപക്ഷെ വൈകിപ്പിച്ചേക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഗതി ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുക. എപ്പോഴും ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം, ഇതൊരു നോയ്സൻസ് കമ്മ്യൂണിറ്റിയാണ്. ഒരു പ്രശ്നം എപ്പോഴും ഇവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ അത് തന്നെയാണ് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത്, അത് തന്നെയാണ് പൊളിറ്റിക്കൽ ഡിബേറ്റിൽ വരുന്നത്. അപ്പോൾ ഇതൊരു ഒരു ഒരു ശല്യക്കാരായ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു നോയ്സൻസ് ഫാക്ടറാണ് ഈ സൊസൈറ്റിയിൽ എന്ന് വരുത്താൻ വേണ്ടി ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുക എന്ന് അതിനെക്കുറിച്ച് ഒരുപക്ഷെ അവർ ആലോചിക്കുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ വരുന്നത് വൈകിപ്പിച്ചേക്കാം. പിന്നീട് ഒരിക്കൽ വേറെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡിവിഡൻഡ് കിട്ടേണ്ട ഒരു സമയത്ത് രാജ്യസഭയിൽ കൊണ്ടുവരികയും അപ്പം ഒരു ചർച്ച കൊണ്ടുവരികയും ചെയ്യാവുന്ന അങ്ങനെയും ഒരു സ്ട്രാറ്റജി അവർ കണ്ടിരിക്കാം, അറിയില്ല. അത് എനിവേ ഇതുവരെയും അത് രാജ്യസഭയുടെ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്ത് തന്നെയാലും ഒരു സാമാന്യ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് പാസ്സാകാനാണ് സാധ്യത. ആകെ ഇതിലുള്ളൊരു ആശ്ചര്യം, രാഷ്ട്രീയ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ TDPയും JDUയും ലോക് LS എന്താണ് LJPയും അവരെന്ത് പൊസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ പുറത്തേക്ക് വന്ന പ്രസ്താവന പ്രകാരം അവരും ഇതിനെ അനുകൂലിക്കാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ TDPയും JDUയും ഒക്കെ ഈ പറയുന്ന ഒരു എന്താണ് ഇപ്പോൾ ഒരു സെൻട്രിസ്റ്റ് സെക്യുലർ പാർട്ടി എന്നുള്ള അവരുടെ ഒരു പൊസിഷൻ മാറി അത് തീർത്തും BJPയുടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഡിസൈനിന് കൂടെ നിൽക്കുന്ന പാർട്ടികൾ എന്നുള്ള നിലക്ക് തന്നെയാണ് അത് വരിക. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു വശം നോഫിലൂടെ സൂചിപ്പിച്ച ഈ ക്രിസ്ത്യൻ മത നേതൃത്വം സ്വീകരിച്ച നിലപാട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ചരിത്രപരമായ മണ്ടത്തരമാണ് അവർ ചെയ്തിരിക്കുന്നത്. ചരിത്രപരമായ മണ്ടത്തരം എന്ന് മാത്രമല്ല, ആ ജനതയെ ഒറ്റുകൊടുക്കുന്ന സമയമാണ്, ക്രിസ്ത്യൻ ജനതയെ ഒറ്റുകൊടുക്കുന്ന സമയമാണ്. ഈ നിയമത്തിൻ്റെ ക്രക്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ന്യൂനപക്ഷം എന്നൊരു കാറ്റഗറി ഇല്ല എന്നുള്ളതാണ് RSSൻ്റെ അടിസ്ഥാന നിലപാട്. നമ്മുടെ എന്താണ് ഈ ദേശവാസികളേ ഉള്ളൂ, അതിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നിങ്ങനെയുള്ള കാറ്റഗറികൾ കൊണ്ടുവരുന്നത് തന്നെ ശരിയല്ല. എല്ലാവരും എന്താണ് ഈ ദേശവാസികളാണ്, ഭാരതവാസികളാണ്. അപ്പം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ, അവരുടെ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി എന്നുള്ളത് അത് രാഷ്ട്രത്തെ വിഭജിക്കലാണ്. ഇതാണ് RSSൻ്റെ അടിസ്ഥാന നിലപാട്. അപ്പോൾ ന്യൂനപക്ഷ സ്വത്വം അല്ലെങ്കിൽ മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഏറ്റവും ബേസിക് ആയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇത്ര നിയമനിർമ്മാണങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ. ഏക സിവിൽ കോഡിൻ്റെ ലക്ഷ്യം എന്താണ്? ഓരോരോ കമ്മ്യൂണിറ്റികൾക്ക് അവരുടേതായ സിവിൽ നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം. അതാണല്ലോ ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതും പറ്റില്ല. കോമൺ സിവിൽ കോഡ് എന്ന് പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ആ ഒരു സ്വത്വത്തെ, അവരുടെ ഐഡൻറ്റിറ്റി, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി അതില്ലാതാക്കുക, അതിനെ ഇറേസ് ചെയ്യുക, മായ്ച്ചു കളയുക എന്നുള്ളതാണ്. ആ മായ്ച്ചു കളയൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണെന്ത് വഖഫ് നിയമം, വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ന്യൂനപക്ഷ സ്വത്വം എന്ന് പറയുന്ന, ന്യൂനപക്ഷ സ്വത്വത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമത്തെ പിന്തുണക്കുക വഴി KCBCയും ഈ ബിഷപ്പ് കൗൺസിലും ക്രിസ്ത്യൻ സഭാ നേതൃത്വം ചെയ്യുന്നതാണ് ന്യൂനപക്ഷ സ്വത്വം എന്ന് പറയുന്ന ഈ പ്രൊമൈസിനെ തന്നെ ആക്രമിക്കുന്ന ഒരു സംഗതി, ഒരു പ്രോജക്റ്റിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇത് അടുത്ത ഘട്ടത്തിൽ എന്ത് വരും? ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ കാറ്റഗറി. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളതിനേക്കാൾ അവകാശങ്ങളുണ്ട്, പ്രിവിലേജസ് ഉണ്ട്. ഇതേ ന്യായം വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ നിയമപരമായിട്ടുള്ള ആ പ്രിവിലേജ് ഇല്ലാതാക്കാനുള്ള നിയമം കൊണ്ടുവരാം. കാരണം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് BJPയുടെ സൈദ്ധാന്തികർ പറയുന്ന സംഗതി എന്താണ്? നോക്കൂ, നമ്മുടെ നാട്ടിൽ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ വളരെ സുവ്യക്തമായിട്ടുള്ള റവന്യൂ ലോസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കുക എന്തിനാണ് പ്രത്യേകമായൊരു വഖഫ് ലോ? അങ്ങനെ വേണ്ടല്ലോ. നമുക്ക് നാട്ടിലെ റവന്യൂ ലോ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇൻ എസെൻസ് അതാണ് സംഭവിക്കുന്നത്. ഇപ്പം വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു കെയർ ടേക്കറായിട്ട് പുതിയ നിയമത്തിൽ ആരാ വരുന്നത് അറിയോ? ജില്ലാ കളക്ടറാണ്, റവന്യൂ അധികാരിയാണ്. അതിന് സെപ്പറേറ്റ് കസ്റ്റോഡിയൻ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓവർസിയർ, ഒരു അധികാരി ഇനി ഇല്ലാതാകാൻ പോവാണ്. ജില്ലാ കളക്ടർ സാധാരണ ഒരു റവന്യൂ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടി മാത്രമാണ് വഖഫ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ വരുന്നത്. അപ്പോൾ എന്താണ്, ഒരു സെപ്പറേറ്റ് വഖഫ് ആക്ടിൻ്റെ ആവശ്യമില്ല, നമ്മളുടെ റവന്യൂ ആക്ടുകൾ മതി
ഇഷ്ടം പോലെ റവന്യൂ ആക്ടുകൾ നമുക്കുണ്ട്. ഇതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആലോചിക്കാം. നമുക്കെന്തിനാണ് ഇഷ്ടം പോലെ വിദ്യാഭ്യാസ നിയമങ്ങളുള്ളപ്പോൾ, UGC ഉള്ളപ്പോൾ, ഓരോരോ സ്റ്റേറ്റിൻ്റെയും വിദ്യാഭ്യാസ നിയമങ്ങളുള്ളപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ നിയമം അത് എന്നാത്തിനാണ്? അത് എടുത്തു കളയാം. ഇതാണ് ഈ വഖഫ് ആക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകാവകാശങ്ങളും അവരുടെ സവിശേഷ സ്വത്വവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനൊരു നിയമത്തിനെതിരെയാണ് ആര് നിലകൊള്ളുന്നത്? അങ്ങനെ ഒരു നിയമത്തിന് വേണ്ടിയാണ് ആര് നിലകൊള്ളുന്നത്? സഭാ നേതൃത്വം നിലകൊള്ളുന്നത്. അവർ നിലകൊള്ളുക മാത്രമല്ല ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നറിയോ? അവരിതിനു വേണ്ടി ലോബിങ് നടത്തുകയാണ്. ആരും BJP പോലും നടത്താത്ത വിധം അതേക്കാൾ മാരകമായുള്ള ലോബിങ് നടത്തുകയാണ്. ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ലോബിങ് ആണ്. ഇവിടുത്തെ കോൺഗ്രസ് MPമാരോട് പറയാം, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവത്തിലാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ അതെന്താണ് അടിസ്ഥാനം സംഭവിക്കുന്നത്? ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയും ഭാവിയിൽ ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണത്. ഇതിലൂടെ സംഭവിക്കുന്ന വേറെ പ്രശ്നം, ഇപ്പോൾ ചർച്ച് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് പ്രപ്പോസലിലുണ്ട്. ഇപ്പം അദ്ദേഹം കൃഷ്ണയ്യർ അധ്യക്ഷനായുള്ള നിയമപരിഷ്കാര കമ്മീഷനാണ് അത് പ്രപ്പോസ് ചെയ്തത്. ആ പ്രപ്പോസൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അതിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നവരാണ് ആര്? ഈ സഭാ നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ ചർച്ച് ആക്ട് നടപ്പിലാക്കണം എന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടില്ല. ചർച്ച് ആക്ട് നടപ്പിലാക്കരുത് എന്ന് എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം പറയുന്നത്? ചർച്ച് പ്രോപ്പർട്ടിയുടെ അതിൻ്റെ നിയന്ത്രണാധികാരം ആർക്ക് വേണം? സഭാ നേതൃത്വത്തിന് തന്നെ വേണമെന്ന് എന്ന നിലപാടെടുത്ത് ചർച്ച് ആക്ടിനെതിരെ അതിശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഇതേ സഭാ നേതൃത്വം വഖഫ് ബില്ലിന് വേണ്ടി, വഖഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചർച്ച് ആക്ടിനെതിരെ നിലപാടെടുക്കാനുള്ള അവരുടെ ധാർമ്മികാവകാശത്തെ തന്നെ അവരില്ലാതാക്കുകയാണ്, സ്വയം റദ്ദ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ 37ഓളം ബസിലിക്കുകളുണ്ട്, ആയിരക്കണക്കിന് ചർച്ചുകളുണ്ട്. ഇതിൻ്റെയൊക്കെ കമ്മിറ്റികളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡികളിൽ ക്രൈസ്തവരായ ആളുകൾ വേണം എന്ന് നാളെ RSS ആവശ്യപ്പെടുക, അല്ലെങ്കിൽ BJP ആവശ്യപ്പെടുകയാണ്. KCBCക്ക് എങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും? ധാർമ്മികമായിട്ട് അവർക്ക് ആ ധാർമ്മികാവകാശം അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളായ ആളുകൾ വേണമെന്നുള്ളതാണ് ഈ നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമാണ്, ഒരു പ്രപ്പോസലാണ്. അപ്പം ഈ ഒരു ബസിലിക്കയുടെ ഗവേണിംഗ് ബോഡിയിൽ, അതിൻ്റെ അധികാര ബോഡിയിൽ അക്രൈസ്തവർ ഉണ്ടാവണം എന്ന വാദം നാളെ RSS ഉയർത്തുമ്പോൾ KCBCക്കും ഇവിടെയുള്ള പിതാക്കന്മാർക്കും ബിഷപ്പുമാർക്കും അതിനെ എതിർക്കാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ ആത്യന്തികമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയും ബാധിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റിനെ പിന്തുണക്കുകയും അതിനുവേണ്ടി ലോബിങ് നടത്തുകയും ചെയ്യുക വഴി, ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്, ചരിത്രപരമായ മണ്ടത്തരം, ഹിമാലയം മണ്ടത്തരമാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം, മതമേലധ്യക്ഷന്മാർ ചെയ്തിരിക്കുന്നത്. അവരെന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളതല്ലേ? അവരിത് ചെയ്തത് ക്രിസ്ത്യൻ സമൂഹം മൊത്തം മുസ്ലിങ്ങൾക്കെതിരായോ അല്ലെങ്കിൽ വഖഫ് ഇതിനെതിരായുണ്ടല്ല. അവർ ചെയ്തതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിൻ്റെ, നോക്കൂ, ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്താണെങ്കിലും നേതൃത്വത്തെ സംബന്ധിച്ചിടത്താണെങ്കിലും അവരുടെ അവർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശേഷി എന്താ പറയുക, ഒരു വിശകലന ശേഷിയാണ്. കാര്യങ്ങളെ, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ശരിയാം വിധം വിശകലനം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകണം. അതിനുള്ള വിശകലന സാമഗ്രികൾ, അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ടായിരിക്കണം. ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരേ ഒരു അനലിറ്റിക്കൽ ഫ്രെയിം വർക്ക് എന്താണെന്ന് വെച്ചാൽ ഏതൊരു വിഷയവും അത് മുസ്ലിം വിരുദ്ധമാണെങ്കിൽ അത് മുസ്ലിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കി അതിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് മുസ്ലിം വിരുദ്ധമാണെങ്കിൽ, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം, അവർക്ക് പണി കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ പിന്തുണച്ചേക്കുക എന്നൊരു സമീപനമാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം അടുത്ത കാലത്തായി സ്വീകരിക്കുന്നത്. ഞാൻ ഒരാൾ വന്നിട്ട് ഇവിടെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് 400 ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കോഴിക്കോട് എത്തിച്ച് കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്ന് അതിമാരകമായ ഒരു വിദ്വേഷ പ്രസ്താവന നടത്തുമ്പോൾ ഈ സഭാ നേതൃത്വം ഒന്നടങ്കം ഈ മനുഷ്യനെ പിന്തുണയ്ക്കുകയാണ്. ഏതെങ്കിലും ഫ്രിഞ്ച് ഗ്രൂപ്പുകളോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളോ അല്ല, സഭയുടെ മുഖപത്രം, KCBC, ഇവരെല്ലാം ഒന്നു ചേർന്ന് വന്ന് ഈ വിവരദോഷിയെ പിന്തുണയ്ക്കുകയും സഭയുടെ വക്താവാക്കി വെക്കുകയാണ്. എന്തുകൊണ്ടാണത്? ഇയാൾ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ്, പിന്തുണച്ചേക്കുക. അതൊരൊറ്റ ഒരു ഫ്രെയിം വർക്ക്, മുസ്ലിം വിരുദ്ധമാണെന്ന് തോന്നുമെങ്കിൽ അതിനെ പിന്തുണച്ചേക്കുക എന്നൊരു നിലപാടിലേക്ക് ദൗർഭാഗ്യവശാൽ ഈ സഭാ നേതൃത്വം എത്തി. രണ്ടാമത്തെ കാരണം, ഇവരിൽ നല്ലൊരു ശതമാനം ആളുകൾ തികഞ്ഞ ഈടിപ്പേടിയിൽ കഴിയുന്ന ആളുകളാണ്. ഈടിപ്പേടിയാണ് കാര്യങ്ങളെ
സമീപിക്കാനുള്ള ഒരു അനലിറ്റിക്കൽ ടൂളായിട്ട് നിൽക്കുന്നത്. ED പേടിക്കുന്ന ആൾ കേന്ദ്ര സർക്കാരിൻ്റെ അവരുടെ ഒരു പ്രസ്റ്റീജ് ബില്ലാണ്, അതിനെ പിന്തുണച്ചേക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എൻഡ് ഓഫ് ദി ഡേ ഇത് ആരെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ സമൂഹത്തെയാണ്. ക്രിസ്ത്യാനികളുടെ ഒരു മൈനോറിറ്റി കാറ്റഗറി എന്നുള്ള നിലക്കുള്ള അവരുടെ ഐഡൻറ്റിറ്റിയെ, അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ പോകുന്ന മണ്ടൻ സമീപനമാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് പക്ഷേ അതിനെ തിരുത്താനുള്ള സമയം പോലും ഇല്ലാത്ത ഒരു സംഗതിയിലേക്ക് വന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇത് 2004 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ നിലയിലുള്ള സംഗതികൾ. കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാവുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ധാരണയുള്ളൊരു ജനതയാണ് അവർ. എന്ന് മാത്രമല്ല 1947 ശേഷം നിരന്തരമായ ഭരണകൂട വിവേചനത്തിൻ്റെയും ഭരണകൂട ആക്രമണങ്ങളുടെയും തെരുവ് ആക്രമണങ്ങളുടെയും അനുഭവമുള്ള ഒരു ജനതയാണ്. ഇത്തരം നിരന്തരമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു ജനതയാണ്. 1992 ഡിസംബർ 6 അന്ന് വൈകുന്നേരം മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം ലീഡർഷിപ്പ് എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക? അന്നത്തെ ആ ദിവസത്തെ വെച്ച് ആലോചിച്ച് നോക്കുക. അവർ ഇരുളടഞ്ഞ ഒരു ഭാവിയെക്കുറിച്ച്, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് സ്തബ്ധരായി ആ ദിവസം ആ രാത്രിയിൽ നിന്നിട്ടുണ്ടാവും. പക്ഷേ 1992 ഡിസംബർ 6 ശേഷം മുസ്ലിങ്ങൾ ഏറെ ദൂരം ഒരു ജനത എന്ന നിലയ്ക്ക് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും വലിയ തോതിൽ ഒരു അപ്വാർഡ് മൊബിലിറ്റിയുള്ള ചലനക്ഷമതയുള്ള ഒരു ജനതയായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ മാറിയതെന്ന് ചോദിച്ചാൽ നിരന്തരമായ ഇത്തരം പ്രതിസന്ധികളിലൂടെ ഇത്തരം ഭരണകൂടത്തിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ വിവേചന പദ്ധതികളെ നേരിട്ട അനുഭവ പരിചയം ഏറ്റവും അധികമുള്ളൊരു ജനതയാണ്. അപ്പോൾ ഈ ഒരു നിയമനിർമ്മാണത്തിലൂടെ പതിയെ വഖഫ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ആയിരക്കണക്കിന് വഖഫ് പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ടേക്കാം. അത് നഷ്ടപ്പെടും, നിശ്ചയമായി നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള നിരവധി വഖഫ് പ്രോപ്പർട്ടികൾ നഷ്ടപ്പെടുന്ന, അത് കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടാത്ത തരത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ നിശ്ചയമായിട്ടും വരും. ഒരു വഖഫിൻ്റെ മേൽ ക്ലെയിം ഉന്നയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഈ ജനത അപ്പാടെ അങ്ങ് തകർന്നു പോകും, പിറകോട്ട് പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷെ അതിനെ മറികടന്ന് പുതിയ വഴികളിലൂടെ അതിനെ മറികടക്കാൻ സാധിക്കുമോ? ഈ വഖഫ് പ്രോപ്പർട്ടികളൊക്കെ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളത് ഈ പിടിയേരി പിരിവുകളിലൂടെയും പാട്ടപ്പിരിവുകളിലൂടെയും ജനകീയമായി നടന്നിട്ടുള്ള നിരവധി സംരംഭങ്ങളിലൂടെയാണ് വഖഫ് പ്രോപ്പർട്ടി തന്നെ പെട്ടെന്ന് ഒരു നാൾ ഒരു വഖഫ് പ്രോപ്പർട്ടി ഉണ്ടായി വരികയല്ല. അത് നിരന്തരമായ പ്രയത്നത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ആ നിരന്തരമായ പ്രയത്നത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികൾ, വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതൊരു ചലനാത്മകതയുള്ളൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായും പുതിയ സംരംഭങ്ങളും പുതിയ സാധ്യതകളും അവർ കണ്ടെത്തും, അവരിതിനെ മറികടക്കും. പക്ഷെ ഇവിടെ ബാക്കിയാവുന്ന ഒരു സംഗതി ഇതാണ്. ഒരു നിർണായക സന്ദർഭത്തിൽ ഇതേപോലെ തന്നെ ഭരണകൂട വിവേചനത്തിനിരയാവുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ ആ സമൂഹത്തിൻ്റെ നേതൃത്വം അവർ സ്വീകരിച്ച സമീപനം അത് ചരിത്രത്തിൽ വലിയൊരു കറുത്ത രേഖയായി രേഖപ്പെടുത്തപ്പെടും. അജിംസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ മുനമ്പം സമരം നടത്തുന്ന ആളുകൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കാരണം ഇതിനൊരു മുൻകാല പ്രാബല്യമൊക്കെ വേണ്ടി വരില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ കാര്യം, BJP ഇതിലൂടെ കേരളത്തിൽ ലക്ഷ്യമിടുന്നത് വലിയൊരു ഡിവിഷനാണ് ലക്ഷ്യമിടുന്നത്. ആ ഡിവിഷനാണ് ഇന്നൊരു പക്ഷേ ഈ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു വരെ പറഞ്ഞു, മുനമ്പം വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയും ഇത്ര കുടുംബങ്ങൾ അവരുടെ ഭൂമി വഖഫ് തട്ടിയെടുത്തു, അതിൽ പരിഹാരം ഉണ്ടാകുമെന്ന് അയാൾ ഈ ബില്ല് അവതരണ വേളയിൽ തന്നെ പറയുകയും ചെയ്തു. അതായത് ഒരു വലിയ ഡിവിഷൻ BJP ലക്ഷ്യമിടുന്നുണ്ട്. അത് അവർക്ക് സാധ്യമാകുമോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മുനമ്പം വിഷയത്തെ ഉദാഹരണമായിട്ട് ലോക്സഭാ പ്രസംഗത്തിൽ കിരൺ റിജിജു പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. മാത്രമല്ല കിരൺ റിജിജുവിൻ്റെ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള പ്രസംഗം മുഴുവൻ വളരെ നമ്മൾ രാഷ്ട്രീയ പ്രസംഗം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് വഖഫ് എന്തായിരുന്നു, കോൺഗ്രസിൻ്റെ കാലത്ത് അത് ചെയ്തു, കോൺഗ്രസിൻ്റെ കാലത്ത് പോലെയല്ല, ഞങ്ങൾ കുറേ കൂടി ഡെമോക്രാറ്റിക് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് മുനമ്പം വിഷയം ഒന്നൊരു വഖഫ് ഡിസ്പ്യൂട്ടല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മുനമ്പം വിഷയം ഒരു ഭൂമി തർക്ക കേസാണ്. ആ ഭൂമി വഖഫാണോ അല്ലയോ എന്ന തർക്കമല്ല നടക്കുന്നത്. കാരണം വഖഫാണ് എന്ന് കോടതികൾ 2-3 വിധികളിലൂടെ അത് സ്ഥാപിക്കപ്പെട്ടുള്ളൊരു കാര്യമാണ്.
അത് വഖഫ് ഭൂമിയാണെന്ന് കോടതിയിൽ സ്ഥാപിച്ചതാണ്. ഇനി ഈ വഖഫ് അമെൻമെൻറ്റ് ബിൽ വന്നത് നിയമമായി ആ ഭൂമി വഖഫ് അല്ല എന്ന് മാറ്റി തീർക്കാനാണെങ്കിൽ അതെങ്ങനെയാണ് മാറ്റി തീർക്കുക? കാരണം പുതിയ ഭേദഗതികളിൽ ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഭേദഗതിയിലൂടെ കൊടുത്തിട്ടുള്ള ബില്ലിൽ അപ്പലേറ്റ് അതോറിറ്റിയായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്ന പ്രൊവിഷൻ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. അതേ ഹൈക്കോടതി തന്നെയാണ് ഈ കേസ് പരിഗണിച്ചത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് വഖഫ് ഭൂമി അല്ലാതാക്കി മാറ്റുക? ആർക്കാണ് അത് സാധിക്കുക? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ട്, അതിന് വഖഫ് ഭൂമി അല്ല എന്ന് തന്നെ കരുതുക. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോടതിയോ തീരുമാനിക്കുകയാണ്. അപ്പോൾ പോലും ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ നേരിടുന്ന നിയമപരമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം അത് വഖഫ് ഭൂമി അല്ലെങ്കിൽ ഞങ്ങൾക്കത് തിരികെ തരുമെന്നാണ് അത് വഖഫ് ചെയ്ത ആ സേട്ടിൻ്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അതായത് വഖഫ് ഭൂമി അല്ലാതെ മാറിയാൽ ആ ഭൂമി തിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോഴും ഇവരുടെ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ കഴിയുക ഭൂമി, അത് ലാൻഡ് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരിക്കെ സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. അവിടെ സമരം ചെയ്യുന്ന മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനെ കഴിയും. സംസ്ഥാന സർക്കാരിന് അത് കഴിയും. കാരണം ഒന്നുകിൽ എന്ത് ചെയ്യണം, അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ നിലവിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അവിടെ ലാൻഡ് ഓണേഴ്സ് ആരാണെന്ന് തിരിച്ചറിയുക. അവിടെ താമസിക്കുന്ന 5 സെൻറ്റും 10 സെൻറ്റിലൊക്കെ വീട് വെച്ച് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? അവിടെ റിസോർട്ടുകളും ബാറുകളും എത്ര കെട്ടിയിട്ടുണ്ട്? അതിൽ യഥാർത്ഥത്തിലുള്ള എൻക്രോച്ച്മെൻറ്റ് ആരുടേതാണ്? അതല്ലാതെ ലീഗലി പ്രശ്നം, അതായത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അറിയാതെ ഈ ഭൂമി വാങ്ങി വീട് വെച്ചവരാരൊക്കെയാണ്? അത് കണ്ടുപിടിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ വളരെ എളുപ്പമാണ്. അത് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനെ കഴിയും. പക്ഷേ നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ എതിർക്കാൻ CPM ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. ഇന്നലെ തന്നെ അവർ തീരുമാനിച്ചു. ആദ്യം തീരുമാനിച്ചത് അവരാണ്, ഇന്ത്യ മുന്നണിയിൽ. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ മുനമ്പം വിഷയത്തെപ്പറ്റി എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു. ഉന്നതതല യോഗം എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്നവരുടെ യോഗമല്ല, സമരം ചെയ്യുന്നവരുടെയോ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലത്തീൻ സഭയുടെയോ യോഗമൊന്നും അവരൊന്നും വിളിച്ചിട്ടല്ല അത് സംസാരിച്ചത്. ഉന്നതതല യോഗം വിളിച്ചിട്ട് അതിൻ്റെ തീരുമാനപ്രകാരമാണ് മറ്റേ കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ്റെ സാധുത ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഹൈക്കോടതിയിൽ ആ സാധുത തള്ളിയതിന് ശേഷം അവർ അപ്പീൽ പോവുക, അത് നമുക്കറിയില്ല. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ ഒരു സ്റ്റെപ്പും സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല. അതൊരു ഡ്യൂബിയസ് ആണ് നിലപാട്. അത് പറയാതെ തരമില്ല. ഇതാണ് വസ്തുത. മറ്റൊരു കാര്യം, ദൗസാബി മുസ്ലിങ്ങളുടെ ചലനാത്മകതയെപ്പറ്റിയും ഒക്കെ പറഞ്ഞല്ലോ. ഈ ബില്ല് തന്നെ നോക്കുക. ഇപ്പോൾ ലോക്സഭയിൽ ഇത് പാസ്സാവുമെന്ന് കരുതുക. രാജ്യസഭയിൽ പോയി കഴിഞ്ഞാൽ രാജ്യസഭയിൽ വളരെ തിൻ മജോറിറ്റിയാണ് NDA ഉള്ളത്. 10 സീറ്റ് ഇപ്പോൾ ഓൾറെഡി വേക്കൻ്റ് ആണ്. അതിൽ 10-ൽ താഴെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ NDA ഉള്ളത്. ഇപ്പോൾ JDUവും TDPയും 2 കക്ഷികളാണ്. അവരിപ്പോൾ NDAയുടെ കൂടിയാണെന്ന് ശരിയാണ്. പക്ഷേ അവർ മുമ്പ് മതേതര നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. മതേതര വോട്ടുകളും അതുപോലെ ന്യൂനപക്ഷ വോട്ടുകളും ലഭിക്കുന്ന 2 പാർട്ടികളാണ്. ഈ മൊബിലിറ്റിയുള്ള കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഈ ബില്ലിനെ തടയാൻ രാഷ്ട്രീയമായി എന്താണ് ചെയ്തതെന്ന് ആലോചിക്കണമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഈ ബില്ലിനെ നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഒരു സഭാ നേതൃത്വം പറയുന്നത് പോലെ അങ്ങനെ പറയല്ല. പൊളിറ്റിക്കലി എന്ത് മൂവാണ് മുസ്ലിങ്ങൾ നടത്തിയത്? ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ കുറഞ്ഞ പക്ഷം ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് പോലും പട്നയിൽ JDU നേതാവ് നിതീഷ് കുമാർ ഈ തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ട് ഈദ് ആഘോഷിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാണ്. ആ ഈദ് ആഘോഷിക്കാനും ഹഗ് ചെയ്യാനും വരുമ്പോൾ വഖഫ് ബിൽ എന്തായി എന്നാരെങ്കിലും ചോദിക്കേണ്ടത്? അദ്ദേഹത്തോട് ചന്ദ്രബാബു നായിഡുവിന് ചോദിക്കണ്ടേ? ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഇനി അങ്ങനെ പരസ്യമായിട്ട് ചോദിക്കണ്ട. ഒരു റെസല്യൂഷൻ പാസ്സാക്കുക. കുറഞ്ഞ പക്ഷം ബീഹാറിലെങ്കിലും, ഇപ്പോൾ ആന്ധ്ര വിടുക, ബീഹാറിൽ എന്താണ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ വളരെയുള്ള സ്ഥലമാണ്. അവിടെയുള്ള സമുദായ നേതാക്കൾ, മതപണ്ഡിതർ, അവർ ഈ നിതീഷ് കുമാറിനെ പോയി കണ്ടിട്ട് എന്താ നിങ്ങളുടെ പരിപാടി എന്നെങ്കിലും ചോദിക്കണ്ടേ? ഇതിലെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കണ്ടേ? അവരെ സമ്മർദ്ദത്തിലാകണ്ടേ? നമ്മൾ എന്താണ് രാംലീല മൈതാനിയിലോ ജന്തർ മന്ദറിലോ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, ഈ ലോബിങ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തി കൂടെ? അവരെന്താണ് ചെയ്യുന്നത്? ഇതേ പ്രശ്നം തന്നെ മുത്തലാഖ് ബില്ല് സഭയിൽ വരുമ്പോഴും ഉണ്ടായിരുന്നു. പ്രതിഷേധിക്കുക, ഇങ്ങനെ ഞങ്ങൾക്ക് പ്രശ്നമാണ്, പ്രതിസന്ധിയാണെന്ന് പറയുക. അതിനപ്പുറം വേറെയും ക്രിയാത്മകമായ ഒരുപാട് വഴികളുണ്ടല്ലോ. ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പോലും ഇത് ലോക്സഭയിൽ വരുന്നതിന് പോലും മുസ്ലിം ലീഗ് പറയുന്നതും അല്ലെങ്കിൽ മറ്റ് മുസ്ലിം ലീഡേഴ്സ് പറയുന്നത് എന്താണ്? ഞങ്ങളത് കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നതാണ്. അത് വളരെ എളുപ്പമുള്ള വഴിയാണ്. കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും. നല്ല ഗ്രൗണ്ടുകളുണ്ട്. ഭരണഘടനയുടെ പല വകുപ്പുകൾക്ക് എതിരാണ്, പലതരത്തിലുള്ള പ്രൊവിഷനെതിരാണ് വരാൻ പോകുന്ന ബില്ല്. അപ്പോൾ അത് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ സുപ്രീം കോടതിയിൽ എന്ത് വിശ്വസിച്ചിട്ടാണ് ചലഞ്ച് ചെയ്യുക? അത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ആ ബില്ലിനെ തടഞ്ഞു നിർത്താനുള്ള ഏറ്റവും അവസാനത്തെ വഴിയാണ് ഈ പ്രസിഡന്റ് അസന്റ് കിട്ടിയതിന് ശേഷം നമ്മൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ ബില്ലിനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് ഭരണഘടനാപരമായി. അതും ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടും, അതും കാത്തിരിക്കും. അപ്പോഴും ഈ സാധനം ഈ വഖഫ് പ്രശ്നം എന്ന് പറയുന്നത്
എയറിലുണ്ടാവും. അപ്പോഴും മുനമ്പംകാരും കാസയും സഭാ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ നിലവിലെ വഖഫ് നിയമമാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആത്യന്തികമായിട്ട് എന്താണ് ഉണ്ടാവുക? ദൗസേബ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പ്രശ്നമാണ്. ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ എപ്പോഴും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും എയറിലുണ്ടാവും. അപ്പോൾ അതിലുപരി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് BJPയെയോ RSSനെയോ എന്തായാലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല. സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നവർ സമ്മർദ്ദത്തിലാക്കാമല്ലോ. ഇനി നിങ്ങൾ വോട്ട് ചോദിച്ചു വരുമല്ലോ എന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം 2014-ലോ 2019-ലോ മോദിയല്ല ഇപ്പോഴത്തെ മോദി. ദുർബലനായ മോദിയാണിപ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം നേരിടുന്നത്. ഇപ്പോൾ ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷത്തെ കൂടി സമ്മർദ്ദത്തിലാക്കാൻ കഴിയണം. അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നില്ലല്ലോ. ജനാധിപത്യപരമായ വാതിലുകൾ ധാരാളം തുറന്നിരിക്കെ ഏതു നേരവും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക, ഞങ്ങൾക്ക് മൊത്തം RSS ഞങ്ങളെ വേട്ടയാടുന്നതെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, അത് അല്ല, അതിനപ്പുറം ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇത് ലീഗലി ചലഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അത് ചലഞ്ച് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, ഏതായാലും അതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അത് വോട്ടിനിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.